നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UAE ഇന്ന് 68ന്റെ നിറവിലാണ്. ഈ രാജ്യത്തെ എല്ലാവർക്കും എന്തോ ഒരുപാട് ഇഷ്ടമാണ്. വാർത്തയിലേക്ക്. 1971 ഡിസംബർ 2 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതായത് UAE രൂപം കൊണ്ടത്. ഒരു മരുഭൂമിയായിരുന്ന UAE കുറഞ്ഞ നാളുകൾ കൊണ്ട് കൈവരിച്ച നേട്ടം ഇന്ന് വാനോളം ഉയർന്നിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ മാൻമെയ്ഡ് സിറ്റി. ഓരോ പ്രവാസികളുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് UAE എന്ന രാജ്യവും അവിടുത്തെ ഭരണാധികാരികളും. വർഷങ്ങൾക്ക് മുൻപ് ഐക്യത്തിന്റെ ഈ ഭവനത്തിൽ വെച്ചായിരുന്നു UAEയുടെ പിറവി. സഖ്യനാടുകളായി അറിയപ്പെട്ടിരുന്ന അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, ഫുജറായ് എന്നീ 60 പ്രവേശികളായിരുന്നു UAEക്ക് കീഴിൽ അന്ന് അണിനിരുന്നത്. 1972 ഫെബ്രുവരി 10 റാസൽ ഖൈമയും ചേർന്നതോടെ ഒരു മാലയിലെ 7 മുത്തുകളായി സപ്ത എമിറേറ്റുകൾ. രാഷ്ട്രപിതാവ് ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെയും രാഷ്ട്രശില്പി ഷെയ്ഖ് റാഷിദ് ബിൻ സൗദ് അൽ മക്തൂമിന്റെയും നേതൃത്വത്തിലായിരുന്നു ചരിത്രപരമായ ആ പ്രഖ്യാപനം. ബ്രിട്ടന്റെ അധീനതയിലായിരുന്ന ട്രഡീഷ്യൽ സ്റ്റേറ്റുകൾ ഇതോടെ UAE എന്ന സ്വതന്ത്ര രാജ്യ പദവിയിലേക്ക് ഉയർന്നുകയറി. ഖത്തറും ബഹ്റൈനും ഫെഡറേഷനിൽ ചേരാൻ ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും അവസാന നിമിഷം പിന്മാറുകയായിരുന്നു. ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളിൽ 1ാം സ്ഥാനമുണ്ട് UAE പാസ്പോർട്ടിന്. ഇതിലൂടെ സ്വദേശികൾക്ക് മുൻകൂട്ടി വിസ എടുക്കാതെ 165 രാജ്യങ്ങൾ സന്ദർശിക്കാമെന്നതാണ് ഒരു വലിയ നേട്ടം. വെറുമൊരു മണൽക്കാടിൽ നിന്ന് ലോകത്തിന്റെ നെറുകയിലേക്കുള്ള കുതിപ്പിന്റെയും വളർച്ചയുടെയും ഓർമ്മകളുടെ തിരയിളക്കമാണ് ഓരോ ദേശീയ ദിനവും സമ്മാനിക്കുന്നത്. ഈ രാജ്യത്തെ എന്തുകൊണ്ടെന്നറിയില്ല ഓരോ പ്രവാസികളും നെഞ്ചേറ്റുന്നത്. മലയാളികളടക്കം 33 ലക്ഷത്തോളം ഇന്ത്യക്കാരും ഈ രാജ്യത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരുന്നുണ്ട്. ഇന്ത്യക്കാരുൾപ്പെടെ 200ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് വിദേശികളാണ് UAEയിലുള്ളത്. വിവിധ മതസ്ഥർക്ക് അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കി വരുന്നതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് സർ ബെനിയാസ് ദ്വീപിൽ 1400 വർഷം പഴക്കമുള്ള ക്രൈസ്തവ ദേവാലയം. മസ്ജിദും പള്ളിയും ക്ഷേത്രവും ഗുരുദ്വാരയും എല്ലാം ഇവിടെയുണ്ട്. ഇതിനു പുറമെ അബുദാബിയിൽ പരമ്പരാഗത മാതൃകയിൽ മധ്യപൂർവ്വ ദേശത്തെ ഏറ്റവും വലിയ ക്ഷേത്രം ഉയർന്നു വരുന്നു. ആഗോള കത്തോലിക്ക സഭാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയെ UAEയിലെത്തിച്ച് മാനവ സാഹോദര്യ സമ്മേളനം നടത്തിയത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണവുമാണ്. ഇതേ തുടർന്ന് അബുദാബിയിൽ എബ്രാഹിമിക് ഫാമിലി ഫോം നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. സാധ്യതകൾക്കും നിർമ്മിത ബുദ്ധിക്കും സഹിഷ്ണുതയ്ക്കും സന്തോഷത്തിനും മന്ത്രാലയങ്ങൾ രൂപീകരിച്ചതും രാജ്യത്തിന്റെ കാഴ്ചപ്പാട് വിശാലമാണെന്ന് തെളിയിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ചേക്കേറാനും ഒരിക്കലെങ്കിലും ഇന്ത്യ വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരായി ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ സ്വപ്നമാണ് UAE എന്നും ഇങ്ങനെ നിറഞ്ഞ മനസ്സോടെ പ്രവാസികളെ സ്വാഗതം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. UAE മണ്ണിനെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് ഓരോ പ്രവാസികൾക്കും പ്രവാസി മലയാളിയുടെ സ്നേഹവും ഇഷ്ടവും ആശംസകളും ഈ പ്രത്യേക ദിവസത്തിൽ നേരുന്നു. മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.